ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് വിത്ത് ദ ബീസ് ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു. നമ്മളിന്ന് ഇപ്പോഴത്തെ ഏറ്റവും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന കിക്കേ ലക്കി ബ്ലോക്ക് തന്നെ കളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിനു മുമ്പ് ഇന്നലെ ഒന്ന് കളിച്ചു നോക്കി. നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെയർ എളുപ്പമുണ്ട്, പിന്നെ ഒരു കാപ്പി താക്കോ, ഒരു ലെജൻഡറി, പിന്നെ ഒരു റെയർ, പ്ലാസ്മ മ്യൂട്ടേഷൻ ഉള്ള 2 റെയറും ഒരു കോമണും പിന്നെ ഒരു എപ്പിക്കും ഉണ്ട്, ജോൺ പോർക്കും ഉണ്ട്. ഗൈസ്, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം, റൺ അപ്ഗ്രേഡ് ചെയ്യണം. അത് വെയിറ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ കൊള്ളാം. വെയിറ്റ് എന്തോ വയ്ക്കും? കോപ്പർ പ്ലേറ്റ് നമ്മൾ ഇപ്പോൾ വെച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാം, ഐസ് ബാർബൽ എടുത്ത്. ഗൈസ്, എത്ര വെച്ച് കൂട്ടും ഐസ് ബാർബൽ? ഓ ഗൈസ്, നല്ല ഇത് വെച്ച് കൂട്ടുന്നുണ്ട്. ഒക്കെ ആയി നമ്മൾ. ഇതെന്താ ഇങ്ങനെ? ഓക്കെ, നമുക്ക് ഇങ്ങനൊക്കെ കിക്ക് മാറ്റാൻ പറ്റും. അയ്യോ, നമ്മളിപ്പോൾ 8K ആണ് നമ്മുടെ കിക്ക് വരുന്നത്. 1K വെച്ചിട്ടാണ് ഇത് കൂട്ടുന്നത്. അല്ല, 1K കൂട്ടണമെങ്കിൽ കുറച്ച് ചെയ്യണം. ഈ സാധനത്തിൻ്റെ വലിപ്പം കണ്ടോ? ഐസ്, നമുക്ക് ഇനിയും കുറച്ച് ഇതുകൂടി കൂട്ടാം. റൺ അപ്ഗ്രേഡ് അതും ഒരു 13 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി കിക്ക് ചെയ്യാം. എങ്ങനെ ഗൈസ് ഈ ബൈസൈക്കിൾ അടിക്കുന്ന പോലെ കിക്ക് ചെയ്യുന്നത്? അതെനിക്കറിയത്തില്ല. എൻ്റെ കിക്ക് എപ്പോഴും ഇനി പെർഫെക്റ്റ് വരണം അല്ലേ ബൈസൈക്കിൾ അടിക്കുന്ന പോലെ കിക്ക് ചെയ്യാൻ. ഞാൻ അതുമായിട്ട് എങ്ങനെ കിക്ക് ചെയ്യുന്നത്? ഓക്കെ, എപ്പിക്ക് എന്ത് കിട്ടും? പെസ്തോ മാർട്ടിയോണി അങ്ങനെ കണ്ട് പറഞ്ഞിട്ടൊരു സാധനം കിട്ടി. നമ്മളവിടം വരെ എത്തുമോ? ഇല്ല, നമുക്ക് പതുക്കെ പോയാൽ മതി. കമോൺ. നമുക്കൊരു പെസ്റ്റോ മാറ്റി ഇനി കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റ്, ഇതെന്തുവാ ഗൈസ്? വാട്ട് ഈസ് ദിസ്? ബില്യൺസ് ഒക്കെ വെച്ചുണ്ടാകുന്ന സാധനങ്ങൾ. ബ്ലാക്ക് ഹോൾ ഗോട്ടും അത് ഇതാരുടെ ഈ ബേസ്? ഇത്രയും സെറ്റ് ബേസ് ഇതിനകത്ത്. പിന്നെ നമുക്ക് വേണം റീബർത്ത് അടിക്കാം. റീബർത്ത് ഞാൻ ഒരെണ്ണം അടിച്ചായിരുന്നു. റീബർത്ത് റീസെർച്ച് ഒരു കിക്ക് പവർ എന്നാ. അതുകൊണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഹോൾ ഗോട്ട് ഇരിക്കുന്നു. അത് ചിലപ്പോൾ അയാളുടെ ആയിരിക്കും. ചോദിച്ചു നോക്കിയല്ല തരുമോന്ന്. ഇല്ല, അവിടെ ആരും കാണുന്നില്ല. ഓക്കെ, നമ്മൾ മറ്റേ പെസ്റ്റോ മാർട്ടിനോണിയെ വെച്ചിട്ടുണ്ട്. ഇനി അത് അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് എല്ലാ പൈസ അതിനകത്തോട്ട് ഇടാം. നമ്മൾ പെസ്റ്റോ മാർട്ടിയോണിയെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇത്ര പൈസയുള്ളൂ. 100K. ഓക്കെ, 100K ഉണ്ടാക്കുന്നൊരു സാധനം കിട്ടി. 100K. ഇവൻ ആരാ? ബിസ്മി. ഇത് കൊള്ളാമല്ലോ. ഇലക്ട്രിഫൈഡ് അല്ല, മോൾട്ടൺ, ഗോൾഡൻ പ്ലാസ്മ, ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡൻ റേഡിയോ ആക്റ്റീവ്, ഇലക്ട്രിഫൈഡ്. സക്കൂണ എൻ്റെ ഫ്രണ്ട് അല്ലയോ? ആണ് ഗൈസ്, എൻ്റെ ഫ്രണ്ടാണ്. അതിനടിയാം. 1 ബ്രെയിൻ റോട്ട്. ഹായ്, 1 ബ്രെയിൻ റോട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. സക്കൂണ ചിലപ്പോൾ ജനറസായി തന്നാലോ? നമുക്കൊന്നുകൂടി ചോദിക്കാം. കണ്ടില്ലെന്ന് തോന്നുന്നു. മിക്കവാറൊക്കെ തരുന്നതാണ്, പക്ഷേ ഈ ഗെയിമിൽ അവൻ കളിക്കുന്നത് എനിക്കറിയത്തില്ല. ചിലപ്പോഴേ തരുമായിരിക്കും. ഞാൻ ആരെന്ന് മനസ്സിലാക്കാണോ? 1 ബ്രെയിൻ റോട്ട്. ഗായ്സ്, അക്കൂണ പറഞ്ഞ ഈ ഗെയിമിൽ ഇപ്പോൾ കളിച്ചു തുടങ്ങിയതേ ഉള്ളൂ, കുറച്ചുകൂടി ആയിട്ട് തരാമെന്ന്. എല്ലാ ഗെയിമിനും നമ്മളിപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് പ്രോയാണ്. റൺ അപ്ഗ്രേഡ് കൂട്ടാൻ പറ്റുമോ? ഇല്ല. ഇതെന്തോ? വെതർ ടൂഗിൾ മെഷീൻ. സമൺ ചെയ്യാൻ പറ്റുമോ? ഇത് ഈവൻറ്റ് സമൺ ചെയ്യാനുള്ള സാധനമാണ്. ജിറാഫ സെലസ്റ്റ്. ഇതൊന്നും നമ്മുടെ ഇല്ല. കുറച്ച് പവർ കൂട്ടാം ഗൈസ്. പവർ കൂടട്ടെ. സെം
20K ആയിട്ടുണ്ട്. ഈ ആയുഷ് മതി സാമ്പ്ര. ഇതെന്തോ നമ്മുടെ ഇവിടെ, ഇതെന്തോ ഇവിടെ, പാൻ കേക്കോ ആണ്ട ഗൈസ്. ബിസ്മി താണ്ട് എവിടെ ഇരുന്ന് ഏതാണ്ട് അവിടെ ഒരാൾ വന്ന്. ഗൗരവ്, ഇതെന്തുവാ? പ്ലാൻ ബ്ലൂ, പ്ലാൻ റെഡ്, ചിപ്പി ടാക്കോ. ഇതെല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ തന്നെ, പക്ഷെ അവൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. 30 എത്രയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് അവൻ എന്തെങ്കിലും തരുമില്ല. അപ്പം മണി കളക്ട് ചെയ്യുവാന്ന് തോന്നുന്നു അപ്ഗ്രേഡ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് ഇത് ഇച്ചിരി അങ്ങോട്ട് നീങ്ങി എന്ന് ചെയ്യാം. ഓക്കെ, നമ്മൾ അത്യാവശ്യം 42K ആയിട്ടുണ്ട്. 3 പുഷപ്പ് വീതം ചെയ്യണം 1K കൂട്ടണമെങ്കിൽ. ഇനി എന്തോ ഈ ഇടയ്ക്കിടയ്ക്ക് ടച്ച് എന്ന് പറഞ്ഞിട്ട് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു. ഡ്രാഗൺ കാണലോണി, പ്രോ ലിഫ്റ്റർ. നമുക്ക് ഒന്നുകൂടി കിക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അയ്യോ, മിഡോ. നമ്മൾ മിഡ് കിക്ക് ചെയ്താൽ എത്ര പോവും? അറിയാൻ ഞാൻ ഞെക്കിയ തന്നത്. ഗോൾഡൻ മ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് തിരിച്ചു പോയാലോ? വേണ്ടാവോ, പോട്ടെ. കിക്ക് ചെയ്യാം. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം നല്ലോണം കിക്ക് ചെയ്യാമായിരുന്നു. അത്രേ ഉള്ളു ഗൈസ്. പെർഫെക്റ്റ്. ഓക്കെ, നമ്മൾ ലെജൻഡറിയിലാന്ന് തോന്നുന്നു. അത്രേ ഉള്ളു. നമുക്ക് ആദ്യത്തെ ലെജൻഡറി, ഫസ്റ്റ് ലെജൻഡറി കിട്ടിയിട്ടുണ്ട്. എത്ര ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. 140. അത് വന്ന് പിടിക്കുമോ? നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ല, നമ്മൾ ആദ്യത്തെ ലെജൻഡറി. യെസ്, ദാറ്റ്സ് അവർ ബോയ്. ഇപ്പം നമുക്ക് ഇതൊക്കെ എടുത്താൽ കളഞ്ഞാലോ? പിക്കാക്കോ. നമ്മുടെ കയ്യിൽ ഒരു ലെജൻഡറി നേരത്തെ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അത് നമ്മളങ്ങ് അപ്ഗ്രേഡ് ചെയ്ത് പൈസ ഇല്ല അതിനകത്തോട്ടങ്ങ് ഇട്ടു. മനോഹരം. ഈ പിപ്പിക്കീവിയൊക്കെ എടുത്ത് കളയണം. ആ ലെജൻഡറി ആയിരുന്നു ഇച്ചിരി കൂടെ നല്ലത്. കുഴപ്പമില്ല, നമുക്ക് ബാക്കിയുള്ള എല്ലാ മണിയും ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. 1 മില്യൺ ഉണ്ടാക്കുന്ന സാധനം വല്ലതും വേണം. ഇതെത്ര ഉണ്ടാക്കുന്നേ? ഒക്കെ നല്ലൊരു സ്റ്റാർട്ട്. ഈ ഗെയിം അത്യാവശ്യം ടഫാണ്. AFK ഗ്രൈൻഡ് ചെയ്യാനാണ് നല്ലത്. അല്ല, ഈ ഗെയിം കളിക്കാൻ ഇച്ചിരി പാടാം. അല്ല, ആരെങ്കിലും എന്തെങ്കിലും തരണം നമുക്ക്. വേണ്ട, അവൻ്റെ പൈസ ഉണ്ടോ? എല്ലാം വലുതാണ്. ബിസ്മി ലുക്ക്, നമ്മളാണ് മോൾ പവർഫുൾ. കണ്ടടാ, നമുക്ക് 50K. നമുക്ക് റീബർത്ത് അടിച്ചാലോ ഗൈസ്? റീബർത്ത് അടിച്ചാൽ പവർ റീസെറ്റ് ചെയ്യും. അടിച്ചു ഗൈസ് റീബർത്ത്. റീബർത്ത് അടിച്ചിട്ട് വെച്ചൊന്നും പോയില്ലല്ലോ. ഇപ്പോഴും ഉണ്ടല്ലോ 58. റീബർത്ത് ഒന്നും മനസ്സിലായില്ല എനിക്ക്. എല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്താൽ. മണി കുറവാണ്. 31K ഉള്ളത്. അങ്ങോട്ട് കൂടുന്നില്ലല്ലോ. നമുക്ക് പഴയ ഇത് തന്നെ ഉണ്ടല്ലോ. പക്ഷെ എങ്ങനെയാ പിന്നെ റീബർത്ത് അടിച്ച്? ഇന്നത്തെ ഗോൾ നമ്മൾ നോക്കുന്നു. ഇന്നത്തെ ഗോൾ എന്തെങ്കിലും ഒരു നല്ല സാധനം കിട്ടുന്നതായിരിക്കും. എന്തായാലും ഇതിൻ്റെ പാർട്ട് 2 3 ഒക്കെ വരും. നമുക്ക് സെലസ്റ്റിൽ വരെ എത്തിക്കണം. ഇപ്പം നമ്മുടെ പവർ റീസെറ്റായി കഴിച്ചു. ഇപ്പോഴാണ് റീസെറ്റായി. കണ്ടോ, ഇപ്പം പ്ലാസ്മയും കൊണ്ടൊക്കെ പോന്നു. ഇപ്പം റീസെറ്റായിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും പെയിൻഫുൾ AFK ഗ്രൈൻഡിങ്. ഐ ഡോണ്ട് ലൈക്ക് AFK. ഈ എല്ലാ ഗെയിംസും ഇപ്പോൾ AFK ആണ് ഗൈസ്. അല്ലേ നമ്മൾ ചുമ്മാ ഇരിക്കണം. നമ്മളെവിടെ ഓഫ്ലൈൻ കളിക്കണം. എക്സലൻ്റ് ആണ്. എക്സലൻ്റ് എവിടെ വരെ പോകും? നമ്മൾ ലെജൻഡറി വരെ പോവാത്തൊന്നും എടുക്കുന്നില്ല. ഇനി എന്താ കിട്ടി? അത് എടുക്കണോ? വേണ്ട ഗൈസ്.
പനപ്പൂനെയാണ് കിട്ടിയത്. ലെജൻഡ് വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇച്ചിരി കൂടി സ്പീഡിലാക്കണമായിരുന്നു ഈ പവർ. അല്ല ഈ പവർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പോലെ ആക്കണമായിരുന്നു. ഇതൊക്കെ എന്തോ ഓൾ ഐറ്റംസ്, ഇത് ഓൾ ഐറ്റംസ്, ഇത് ഓൾ ഐറ്റംസ്. ഇവിടെ തന്നെ കൊണ്ട് ചോദിച്ചാലും ഓൾ ഐറ്റംസ് ആയി. ശരി, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ ഇച്ചിരി പെട്ടെന്നാക്കായിരുന്നു. ഒരുത്തന് ഗരാമോ എന്നോ അതൊന്നും എന്നൊക്കെ കിട്ടി. റീസ്പോൺ ഇല്ലേ ചുമ്മാ അടിച്ചത് എന്തായാലും ലെജൻഡ് വരെ എത്തി. അല്ല എപ്പിക്ക് എത്തിയുള്ളൂ. പക്ഷെ എന്തൊരു കഷ്ടമാണ് ഇത്, ലെജൻഡറി വരെ ഒന്നും എത്തുന്നില്ലല്ലോ. 50K ആക്കാം ഗൈസ്. ഇപ്പോൾ 40 എത്ര ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ 1 മില്യണെങ്കിലും ആക്കാൻ ശ്രമിക്കും. അല്ലേ നമുക്ക് അത്യാവശ്യം നല്ലൊരു വീഡിയോ, അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടണം. ബ്രെയിൻ റോട്ട് വെയിറ്റ് ഷോപ്പിൽ നിന്ന് അടുത്ത വെയിറ്റ് എടുക്കുക. അത്ര അടുത്ത വെയിറ്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇരിക്കുന്നത്. അടുത്ത ബില്യൺ ഏറ്റവും ഹയസ്റ്റ് സാധനം ഇതാ, എമറാൾഡ് ബാർബൽ 5 എസ്. അതെന്തോ 5 എസ് അത്രേ ഉള്ളൂ. പെർഫെക്റ്റ്. ലെജൻഡറിയിലെത്തിയ ഗോള് അത്രേ ഉള്ളൂ. അങ്ങനെ അടുത്ത ലെജൻഡറി കിട്ടി. ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞപ്പോൾ എക്സ്ക്ലമേറ്ററി മാർക്ക് കിട്ടി. പ്ലാൻ റെഡ്. ഇതെന്തോ ഈ സാധനം ഓടുന്നു നമ്മുടെ ഫ്രണ്ട്. വി ഹാവ് മോർ സ്പീഡ്. നമുക്ക് പ്ലാൻ റെഡിനെ കിട്ടി. എന്തോ സാധനമൊന്നും എനിക്കറിയത്തില്ല. എക്സ്ക്ലമേറ്ററി മാർക്കും ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. നമ്മൾ സ്കൂൾ അങ്ങ് തുടങ്ങാം ഇനി. വെയിറ്റ് ബിഫോർ ഇൻട്രാക്ടിങ് അഗൈൻ. ഇൻഫുഷൻ്റെ ക്യാഷ്. നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനവും അതിനകത്തോട്ട് ഡംപ് ചെയ്തിട്ടുണ്ട്. ഈ കോമൺ എടുത്തങ്ങ് മാറ്റാമല്ലേ ഗൈസ്. സെല്ല് ചെയ്താൽ എന്താ കിട്ടും? $6 വീതം ഉണ്ടാക്കുന്ന സാധനമാണ്. സെല്ല് ചെയ്താൽ ഒരു 7. ഓക്കെ, $60. അതായത് ഇത് ഞാൻ ക്ലെയിം ചെയ്ത ടിക്കിപ്പിക്കാക്ക് OP എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെടുത്തത്. ഞാൻ വിചാരിച്ചു OG ആയിരിക്കും. അടുത്ത എക്സലൻ്റ്. പക്ഷേ നമുക്ക് ലെജൻഡ് വരെ എത്തണം, അല്ലേ നമ്മൾ എടുക്കൂല. അതാണ് നമ്മുടെ പോളിസി. എത്തിയോ? ലെജൻഡാണോ അത്? ചിമ്പാൻസിനി ബനാനീനി ലെജൻഡ് തന്നെ. ലെജൻഡറി അല്ല ലെജൻഡറി. നമ്മുടെ ബേസ് ഫുള്ള് ലെജൻഡറി ആക്കണം, അല്ലേ ഒരു മിത്തിക്കൽ കിട്ടണം. അതൊക്കെ ഇന്നത്തെ ലക്ഷ്യം. ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ, അതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ നമുക്ക് നല്ല എന്തെങ്കിലും കിട്ടില്ല. ഇതങ്ങ് മാറ്റിയാലോ? ഇതങ്ങ് മാറ്റി ഗ്യാങ്സ്റ്റർ പറ്റാറ ചിമ്പാൻസിനെ ഇട്ട്, എന്നിട്ട് അതങ്ങ് അപ്ഗ്രേഡ്. പൈസ മൊത്തം പൊട്ടിച്ച നൈസ്. നമ്മളത് അങ്ങ് അപ്ഗ്രേഡ് ചെയ്തു. നമ്മളിപ്പോൾ കുറേ നേരമായല്ലോ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാതെ. ബ്രെയിനോട്ട് അല്ലാതെ സ്പീഡൊന്നും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലവരൊക്കെ എന്ത് എളുപ്പത്തിലാണ് OG വരെ എത്തുന്നത്. OG അല്ല, സെലസ്റ്റിൽ വരെ എത്തുന്നത്. നമുക്ക് അതങ്ങനെ പറ്റുന്നില്ല. സോ സാഡ്. പെട്ടെന്ന് കൂടിയിരുന്നെങ്കിൽ. പെട്ടെന്ന് കൂടാ. 1K വെച്ചുണ്ട് തരുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും വലിയ സാധനം പൊക്കിയാൽ എത്ര ഉള്ള? നമ്മൾ കൈകൊണ്ട് പൊക്കുന്ന ഈ സാധനത്തിൽ എന്തിനാണ് കാലിൽ പവർ കൂടുന്നത്? സ്കോട്ട് ചെയ്യുന്നതാണ്. ഇത് ഐസാണ് സംഭവം. ഇത്രയും വലിയ ഐസ് എവിടെ നിന്ന്? ഐസിനകത്തൊരു ഡ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ അകത്തൂടെ ഐസിൻ്റെ ഭാരം കയറ്റി വെച്ചേക്കുന്നു. ക്രിയേറ്റിവിറ്റിയെ സമ്മതിക്കണം. ഓക്കെ, ഗെയിമിൽ വേറെ ആരും ഇല്ലേ? അത് നമ്മൾ വേറെ വല്ല സർവറിൽ കയറിയതാണ്. ഞാൻ മുമ്പേ കയറി. പെർഫെക്റ്റ് ഗൈസ്. എവിടം വരെ പോകും? മിത്തിക്കൽ വരെ പോവില്ല.
ലെജൻഡറി ബനാനിച്ചി അങ്ങനെ പറയുന്ന സാധനം കിട്ടി. എലിഫൻറ്റൂച്ചി ബനാനുച്ചി ആ സാധനം കിട്ടി വിത്ത് ഡയമണ്ട് മ്യൂട്ടേഷൻ. ദാറ്റ്സ് ഗുഡ്. അയ്യോ ഇപ്പോൾ പോയനെ അത്. ഓക്കെ, നമുക്ക് ഇതുകൊണ്ട് വെക്കാം. നമ്മൾ ഓടുന്ന സ്പീഡ് കൂട്ടാൻ പറ്റും അല്ലല്ലോ. ഓക്കെ, 300 എത്ര മില്യണേ. നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ആ സ്പീഡ് അങ്ങ് അപ്ഗ്രേഡ് ചെയ്യാം, അല്ലേ പിന്നെ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അതിനായിട്ട് അപ്ഗ്രേഡ് നമ്മൾ ഒരു സ്പീഡ് കൂട്ടി ഇത്ര ഇതിന്. ഐ ഹേറ്റ് ടഫ് ഗെയിംസ്. ഇതെന്താ കൂടാത്തെ? ഓടി നമ്മൾ യുവർ ബ്രെയിൻ നോട്ട്സ് earn 100 billion per day ഓഫ്ലൈൻ മണി ഉണ്ടാക്കും. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഇത് 1 മില്യൺ വീതം ഉണ്ടാക്കുന്നത്, അത് കൊള്ളാം. ഫൈനലി ഇത് എത്ര വയസ്സ്? ഇത് 300 എത്രയൊക്കെ, ഇത് 300 എത്രയൊക്കെ. 1 മില്യൺ പേർ ഉണ്ടാക്കുന്ന സാധനമുണ്ട്, അത് നല്ല കാര്യം, വളരെ നല്ല കാര്യം. സ്റ്റോറി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. by 1 by 3 by 8. ശരി, ചാൻസസ് ആണ് എത്ര? സെർവർ ലക്ക് പ്ലസ് ടൈം സെർവർ ലക്ക് പ്ലസ് 15 മില്യൺ. 15 മില്യൺ തന്നാൽ ശരി, 80 റോക്സ് എടുത്താൽ 15 മില്യൺ. സ്റ്റാർട്ടർ പാക്കേജ് 6 ബർബണോളി ലുലിലോളി പ്ലസ് 3 സ്പീഡ്. ആർക്ക് വേണം പ്ലസ് 3 സ്പീഡ്? പിന്നെ VIP ബെസ്റ്റ് സെല്ലർ ഇൻറ്റു 2 ലക്ക് പെർമനൻ്റ് ആണ്. 1.5 ക്യാഷ് മൾട്ടിപ്ലെയർ, പിന്നെ എക്സ്ക്ലൂസീവ് VIP ടാഗ്, ഗെയിൻ 2 into X കിക്ക് പവർ ഈച്ച് സ്ക്വാഡ്, 2 അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ കാര്യം. പിന്നെ ഇവിടെ പൈസ ഏൺ ചെയ്യാനുണ്ട്. 1 മില്യൺ. ശരി, ഇവിടെ പിന്നെ 15 മില്യൺ ഇത്ര ഉള്ള, 15 മില്യൺ ഇത്ര ഉള്ളായിരുന്നല്ലോ, ഇവിടെ 1 മില്യൺ ഇത്രയോ. എന്നിട്ട് അവർ 4000 റോബക്സ് എന്ന് കൊടുത്തിട്ട് അത് 800 ആക്കി. ദാറ്റ്സ് ടോട്ടൽ അൺഫെയർ. ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഇൻവൈറ്റ് എന്താ? ബിസ്മി ഫണ്ട് കസ്റ്റമർ ഇൻവൈറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇതാണോ? ഇൻഡെക്സിൽ 1 മില്യൺ പേർ ഉണ്ടാക്കുന്ന സാധനം കേപ്പാത്ത് നമ്മൾ റീവർത്തടിച്ചുകൊണ്ട് നമ്മുടെ സാധനങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കും. ദാറ്റ്സ് 100K ആയിട്ടുണ്ട്. ഇവിടം വരെ എത്തുമോ? എക്സലൻറ്റ്. നമുക്ക് ആങ്കോണമസി ഓടണ്ട. എപ്പോഴും ഞാൻ ലെജൻഡ് എത്തും, മിത്തിക്കെത്തുമോ? ഇല്ല എന്തോ കിട്ടി. ഓക്കെ, വീണ്ടും എക്സ്ക്ലമേറ്ററി മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ എക്സ്ക്ലമേറ്ററി മാർക്ക്. അയ്യോ, മരത്തിൻ്റെ അകത്തോടൊക്കെ പോകാൻ പറ്റുമോ? അപ്പോൾ എന്തിനാ ഈ മരം ഇവിടെ ഒബ്സ്റ്റക്കിൾ പോലെ കൊണ്ടുവച്ചേക്കുന്നതിൻ്റെ അകത്തോടെ പോയപ്പോൾ? ചിലവർ പറയുന്നു ഇവിടെ നിന്ന് കിക്ക് ചെയ്താൽ നല്ല ഇതായിരിക്കും, എന്തെങ്കിലും ഗ്ലിച്ച് സംഭവിക്കും. നമ്മൾ ഇവിടെ നിന്നൊരു എക്സലൻ്റ് അടിച്ച് എന്തെങ്കിലും പറ്റിയ സൈഡിലോട്ട് പോയി, ഇപ്പുറത്തെ സൈഡിലോട്ട് പോയി. ലെജൻഡറി തന്നെ. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേറ്ററി മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക്. ഇതൊക്കെ ബ്രെയിൻ റോട്ടാണോ? പ്ലാൻ ബ്ലൂ, പ്ലാൻ റെഡ്. ദിസ് ഈസ് നോട്ട് എ ബ്രെയിൻ റോട്ട്, ദിസ് ഈസ് കോപ്പി ഓഫ് മറ്റേ എന്തോ സാധനം വേറൊന്നും ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ WNL, അതുപോലത്തെ എന്തോ കോപ്പി ചെയ്ത്. millions. I like millions like me. എനിക്ക് 2 സ്റ്റാർ. ഇതും നമ്മൾ മാറ്റി. നമ്മളിത് ലെജൻഡറി മാത്രമേ അപ്ഗ്രേഡ് ചെയ്യുന്നുള്ളൂ, കാരണം അതായിരിക്കും ഇച്ചിരി അങ്ങനെ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, ഇത്രയും മതി. അതിന് 1 മില്യൺ ഉണ്ടാക്കുന്ന രീതിയിലാക്കണം നോക്ക്. അത്രേ ഉള്ളൂ, 1 മില്യൺ.
ഇവിടെ നിന്ന് നമ്മൾ മില്യൺസ് കളക്ട് ചെയ്യട്ടെ. ഇതെൻ്റെ ഫുൾ പൈസ ഞാൻ ഇതിനകത്തോട്ട് ഇറക്കാൻ പോവാം. 1 മില്യൺ പേർ ഉണ്ടാക്കണേ, 2 മില്യൺ പേർ ഉണ്ടാക്കണേ, 4 മില്യൺ പേർ. എത്ര ഉണ്ടാക്കുന്നത്? അത് ശരി, എത്ര ഉണ്ടാകത്തുള്ളൂ? 660 എത്ര. ദിസ് ഈസ് സോ ബോറിംഗ്. നമ്മൾ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തു. ഓക്കെ 800 എത്ര. ഓക്കെ എന്നാലും സമ്മതിക്കല്ലേ. I need millions. Me and my subscribers need millions. ഒരു മിനിറ്റ്. അയ്യോ, നമ്മൾ ചുമ്മാ നിൽക്കിയപ്പോൾ തന്നെ പെർഫെക്റ്റ് പോയോ? ലെജൻഡും കഴിഞ്ഞ് മിത്തിക്കില്ലാത്ത എത്താൻ പറ്റുമോ? ഓ മിത്തിക്ക് അവിടെ ജസ്റ്റ് മിസ്. ഇതെന്തുവാ? പ്ലാൻ റെഡിൽ ഡയമണ്ട് വയ്ക്കിയപ്പോൾ അത് ഗ്രീനോ? ഇതെന്തോ കളറ്? ബ്ലാക്കോ ഗ്രീനോ ബ്രൗണോ കണ്ടായി. വീണ്ടും നോക്കി എക്സ്ക്ലമേറ്ററി മാർക്ക് തന്നെ കിട്ടി. എനിക്കൊന്ന് മിത്തിക്കൽ വരെ എത്തണം. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ളൊരു കോൾ. പിന്നെ നമ്മുടെ ബേസ് ഫുൾ ഇതാക്കണം. ഇതാണ് നമ്മുടെ ബേസ് അല്ലല്ലോ. എന്തിനു മാറ്റും? എല്ലാം അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ഈ ജോൺ പോർക്കിനെ മാറ്റണോ അതോ പ്ലാസ്മ താത്താത്ത സോറിനെ റീപ്ലേസ് ചെയ്യാമല്ലേ? അപ്ഗ്രേഡ്. ഒരു മിനിറ്റ്, നമുക്ക് ഇതിനെ ഒന്ന് കൂട്ടണമല്ലോ. ഇതിപ്പോൾ 1 മില്യൺ പേർ ഉണ്ടാക്കുന്നില്ലേ? അത്രകൾ വരുമല്ലേ. ബാക്കിയുള്ള മണിയും ഇതിലേക്ക് പോകുന്നു. 1 മില്യൺ പേർ ഉണ്ടാക്കാൻ 37 വേണം. ഇതിപ്പോൾ 600 എത്ര? 37 ലെവൽ. ദാറ്റ്സ് ടു മണി. 35 ഇപ്പോഴും 1 മില്യൺ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം 35 മതി. അത് ഓരോ ബ്രെയിൻ നോട്ട്സ് അനുസരിച്ചിരിക്കുമായിരിക്കും. സ്ക്വാറ്റിങ്, നമുക്ക് സ്ക്വാട്ട് ചെയ്യാൻ കുറച്ച് എക്സസൈസ് ആവട്ടെ. എക്സർസൈസ് നമ്മുടെ ഈ മാസ്കിൻ്റെ അകത്തുണ്ടോ? ഇതെന്താ ഫസ്റ്റ് മാനോ? നമുക്ക് ഫസ്റ്റ് മാനിൽ ഇട്ടൊന്ന് കളിച്ച് നോക്കിയല്ലോ. VR വെച്ചാൽ ഫീലിങ്ങാണ്. റോബ്ലോക്സ് VR വെച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ അതിൽ കൂടെ അതിനകത്ത് ജീവിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ചുള്ളിമാർ കുളിച്ച് ഇവൻ്റെ ക്യാൻസർ. ഈ സാധനം എന്തുവാ? കാപ്പുച്ചീനോ അസീനോ? ഫുള്ള് പിങ്കിഷ് കളറ്. ഈ സെർവറിലെ അത്യാവശ്യമെങ്കിലും നല്ല വേസ്റ്റ് നമ്മുടെ ആണല്ലേ. ചോൺപോർക്ക് നിൽക്കുന്നുണ്ടോ? നമുക്ക് ഇതെല്ലാം കളക്ട് ചെയ്യാം. എനിക്കിഷ്ടപ്പെട്ട കേട്ടോ ഫസ്റ്റ് തന്നെ കളിയുന്നേ. ഏറ്റവും വലിയ എന്തോ സാധനം അവിടെ. നമുക്ക് റോബ്ലോക്സ് എന്തായാലും തേർഡ് പേഴ്സണിലാണ് കളിക്കണ്ടേ. അത് സെക്കൻഡ് പേഴ്സൺ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് കിക്ക് ചെയ്യാം. മാത്രമല്ല എക്സലൻറ്റ് പെർഫെക്റ്റ്. ഐ നീഡ് പെർഫെക്റ്റ് മീൻ പെർഫെക്റ്റ്. 2-3 ലെജൻഡറിയും കൂടി മതി നമുക്ക് ബേസ് ഫുള്ള് ലെജൻഡറി ആക്കാൻ. വീണ്ടും ഈ പ്ലാൻ റെഡും കൂടെ ഉള്ളൂ. ഇറ്റ്സ് സോ ബോറിങ്. ഈ പ്ലാൻ റെഡ് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന എക്സ്ക്ലമേറ്ററി മാർക്ക് ഓൺലി. വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതും ഇഴഞ്ഞാണല്ലോ വരുന്നത്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓടാണ് ഇനി അത്ര ഇതുകൂടി വേണം. നമുക്ക് ജോൺ പോർക്കിനെ മാറ്റണം. അതിന് ഓ മൈ ഗോഡ്, ദിസ് ഈസ് ട്രാഷ്. ദിസ് ഈസ് ട്രാഷ്. ചുമ്മാ അതിശയപ്പെട്ട്. 2 ഇതുകൂടി വേണം. ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഇതിനെ നോക്കാം മാറ്റാം. ഈ ജോൺ പോർക്കിനെ റീപ്ലേസ് ആൻഡ് മണി. ഇത്ര മതിയാ? അത്രയൊക്കെ മതി. ഇവൻ്റെ കയ്യിൽ ഇതുണ്ട്. ഇവൻ തരുമോ? എന്താ കാണിക്കുമോ എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ ഈ ഗെയിമിൽ? ചുമ്മാ അല്ല എനിക്ക് ഒന്ന് സക്കൂറ തരാത്ത. സൂണേ ആ സാധനം തരാത്ത.
എങ്ങനെ ഗിഫ്റ്റ് ചെയ്യുന്നതിനകത്ത് ഗായ്സ്? ഗിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എങ്ങനെ ഗിഫ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇനി ഒറ്റ ഒരു ഇതുകൂടി മാറ്റിയാൽ മതി. നമ്മുടെ ബേസ് ഫുള്ള് ആസ് യൂഷ്വൽ ലെജൻഡറീസ്. നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ പ്രോ ആവും ഗൈസ്. നമ്മൾ സ്പീഡ് കൂട്ടി. ഇതാരാ? രാമിൻ്റെ ബേസാണോ ഇത് യുവി എന്തേലുമൊക്കെ. ബനാന റൊനാന 234. നമുക്ക് റാമിൻ്റെ ഫ്രണ്ടിൽ കയറി നിന്നിട്ട് ചെയ്യാം ഗൈസ്. ഇത് വേണ്ട. ഇവന് നമ്മളെക്കാട്ടി ഹൈറ്റ് കുറവാണല്ലേ? ആണ്ടേ ചോദിച്ചു നോക്ക്. ആണ് ഗൈസ്, ഇവന് നമ്മളെക്കാട്ടി ഹൈറ്റ് കുറവാണ്. ഓക്കെ, നമുക്കിപ്പോൾ അത്യാവശ്യം കിക്ക് പവർ ആയിട്ടുണ്ട്. അവിടെ ഞാൻ കിക്ക് ചെയ്യാൻ അയ്യോ ഇതല്ല ഷേ, ഇത് എക്സലൻ്റേ വന്നുള്ളൂ. നമുക്ക് നല്ലൊരിത് വേണം. എന്തോ കിട്ടുക, ലെജൻഡറി അല്ലേ? എന്തായാലും ഇത് നമ്മൾ കൊള്ളാം. ഗെയിമിന് മനസ്സിലായിരുന്നു തോന്നുന്നു നമുക്ക്. ഇല്ല വേണ്ടെന്ന്. ഇതെങ്ങനെ നമുക്ക് കിട്ടി? പ്ലാസ്മ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയേ? വീണ്ടും എക്സലൻ്റ്. ഐ ഹേറ്റ് ഇറ്റ്. എൻ്റെ ഫ്രണ്ടാണ് ബനാന റൊനാന. ഞാൻ എപ്പോഴും അവനെ അങ്ങനെ ഒരു പേരുള്ള ആളെ പരിചയപ്പെട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. !! അല്ലെങ്കിൽ എല്ലാ ഏതെങ്കിലും എപ്പിക്കും. അല്ലാതെ വേറെ ഒന്നും തരമില്ല കേട്ടോ. ദിസ് ഗെയിം സക്സ്. നമ്മൾ അടുത്ത എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. ഇത് പെർഫെക്റ്റ് വന്നാൽ ഇതായിരിക്കും നമ്മുടെ. ഗൈസ് ഐ ഹേറ്റ് ഇറ്റ്. റീസ്പോൺ അടിക്കാൻ ഓപ്ഷനും ഇല്ല കണ്ടാലോ. ലെജൻഡും കഴിഞ്ഞ് മിത്തിക്ക് അങ്ങോട്ട് തൊടുന്നില്ല. എന്താ കിട്ടി? എക്സ്ക്ലമേറ്റർ. No, I'm not going for it. I need a perfect shot. ഇത് വല്ലാത്ത കഷ്ടമാണ്. പെർഫെക്റ്റ് എത്തിയ മിത്തിക്കലിൻ്റെ അടുത്തെങ്കിലും എത്തി. ഇത് ഏഴായത് തോന്നില്ല മിത്തിക്കലിൻ്റെ. നല്ല കിട്ടിയാൽ ഓക്കെ. ഇതിനെന്തായാലും ഓടാം, കാരണം ഇത് പ്ലാസ്മ മ്യൂട്ടേഷൻ ഉണ്ട്. ലെജൻഡറി പ്ലാസ്മ പ്ലാൻ ബ്ലൂ ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴാണ് ബ്ലൂ ആയി? ഐ ഡോണ്ട് നോ. ഇതെന്തായാലും നമുക്ക് ബേസിക് ഉണ്ടാക്കാം. ഗൈസ്. ഇതും നല്ല സാധനം. അപ്പോൾ ഏതാ ഇതിനകത്ത് ഏറ്റവും കുറവുണ്ടാക്കുന്നത്? ഇതിനെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത് ഇത്രയാക്കാം. പക്ഷേ ഇത് പറ്റില്ല. റീപ്ലേസ്. എവരിബഡി ഗിവ് മീ മണി. ഓക്കെ, 1 ബില്യൺ ആയിട്ടുണ്ട്. നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യണം. 1 ബില്യൺ കൊടുത്ത് ഈ സാധനം അപ്ഗ്രേഡ് ചെയ്യാൻ പോയി. പറ്റത്തില്ല. അയ്യോ, നമ്മുടെ സ്റ്റക്കായ. ഇല്ല സ്കോട്ട് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ 1 ബില്യൺ ഇതിനകത്ത് ചിലവാക്കുന്നു. 1 ബില്യൺ ഇതിനകത്ത് ചിലവാക്കി. ഇത് 1 മില്യൺ പറഞ്ഞ ഉണ്ടാക്കുന്നത്. 4 മില്യൺ. ദാറ്റ്സ് പെർഫെക്റ്റ്. അപ്പം ഒറിജിനൽ നമുക്ക് ഒരു എക്സലൻ്റ് അടിച്ചാൽ പെർഫെക്റ്റ് ആയിട്ടൊരു സാധനം കിട്ടി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗെയിമിംഗ് വിത്ത് HP's ചാനൽ എന്തായാലും ഉറപ്പായും തിരിച്ചു വരുന്നതാണ്. സെക്കൻഡ് പാർട്ടുമായി സ്റ്റേ ട്യൂൺ. അതുവരെ എല്ലാവർക്കും ബൈ. നമുക്ക് വീണ്ടും ആ സാധനം തന്നെ കിട്ടി. ഇതുകൂടി ഒന്ന് എത്തിച്ചേക്കാം അല്ലേ. ബൈ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇതാ കഴിഞ്ഞിരിക്കുന്നു.